ഇന്ന് തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ഒരു പരിപ്പ് കറിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായ ശേഷം 1 കപ്പ് ചെറുപയറൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ ഇതിനെ വറുത്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒന്ന് തണുക്കാനായി മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതിയാകും. ചെറുപയറിൻ്റെ തോല് ഒന്ന് പാറ്റിക്കളയോ കഴുകിക്കളയോ ചെയ്ത ശേഷം ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. 2-3 വിസിൽ വരെ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു തവി കൊണ്ട് നന്നായി ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇതൊന്ന് പാകമാകുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങ, 6 കഷ്ണം ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് ജീരകം, ഇത്രയുമാണ്. ഇത്രയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒട്ടും തരികളില്ലാത്ത രീതിയിൽ ഈ ഒരു രൂപത്തിൽ വേണം ഇത് അരച്ചെടുക്കുന്നത്. ഇനി നേരത്തെ തയ്യാറാക്കാനായി വെച്ചിരുന്ന പരിപ്പൊന്ന് തുറന്ന് നോക്കാം. ഒരു തവി കൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ തന്നെ ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഈ ഒരു ഫോമിലാക്കി ഒരു ചട്ടിയിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഈ സമയത്ത് കട്ടി കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. പരിപ്പിന് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. ഇനി ഇതിലും കൂടുതൽ വാട്ടറി ആയിട്ടിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. തിളപ്പിച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്ന് പാകമായ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടി താളിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കടുക് താളിച്ച് ചേർക്കുന്നതിനായിട്ട് ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതിയാകും. നെയ്യ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും പരിപ്പ് കറിക്ക്. നെയ്യ് നന്നായി ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ കടുക് താളിച്ചത് ഈ പരിപ്പിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് ചേർത്ത ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഒരു 2 മിനിറ്റിന് ശേഷം ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. രുചികരമായ പരിപ്പ് കറി തയ്യാറായി കഴിഞ്ഞു. രുചികരമാണെന്ന് മാത്രമല്ല വളരെ ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ് ഈ പരിപ്പ് കറി. വളരെ എളുപ്പവുമാണ് ഈ പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കാൻ. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.